الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والذين آمنوا وعملوا الصالحات أولئك أصحاب الجنة ഹും ഫീഹാ ഖാലിദൂൻ. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ എൻ്റെ ഖുതുബകളിലൂടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന ചെറിയ പ്രവൃത്തികൾക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലങ്ങളെക്കുറിച്ചാണ്. തൗഹീദിൻ്റെ മഹത്വവും നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട മഹത്വങ്ങളുമെല്ലാം കഴിഞ്ഞ ഏതാനും ഖുതുബകളിലൂടെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ഖുതുബയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും കൊണ്ടുവരേണ്ട, നമുക്കെല്ലാവർക്കും സാധ്യമാകുന്ന ഏതാനും ചില അമലുകളും ആ അമലുകളുടെ മഹത്വങ്ങളുമാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരായത്താണ് ആമുഖമായി ഞാൻ ഓതിക്കേൾപ്പിച്ചത്. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാരോ അവരാകുന്നു സ്വർഗാവകാശികൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവരാ സ്വർഗത്തിൽ നിത്യവാസികളാണ്. സ്വർഗാവകാശികളായ ആളുകൾ, സ്വർഗത്തിലെ നിത്യവാസികൾ അവരാരാണ്? വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വാസമുണ്ടവർക്ക്, അതേപോലെ തന്നെ അമലു സ്വാലിഹാത്തുകൾ അനുഷ്ഠിക്കുന്ന ആളുകളാണ്.
അപ്പോൾ വിശ്വാസം സ്വീകരിച്ചു എന്ന ഒരു കാരണം കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ വിജയിക്കുകയില്ല. അവന് നന്മകൾ ഉണ്ടാകണം, അമലു സ്വാലിഹാത്തുകൾ ഉണ്ടാകണം. സൂറത്തുൽ അസ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരിചയപ്പെടുത്തുന്നുണ്ട്. കാലം തന്നെയാണ് സത്യം, മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്. ആരൊഴികെ ഇല്ലല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി, വിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ക്ഷമ കൈകൊള്ളുകയും ചെയ്ത ആളുകൾ, അവരൊഴികെ ബാക്കി എല്ലാ ആളുകളും നഷ്ടത്തിലാണ് എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വിജയമുണ്ടാകണമെങ്കിൽ, സ്വർഗം ലഭിക്കണമെങ്കിൽ അവരാരാകണം? അവർ വിശ്വാസമുള്ളവരാകണം. അതേപോലെ തന്നെ അമലു സ്വാലിഹാത്തുകൾ അവർക്കുണ്ടാകണം, സൽക്കർമ്മങ്ങൾ അവർക്കുണ്ടാകണം. ആ സൽക്കർമ്മങ്ങളെക്കുറിച്ച് പഠിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വഅമ്മല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഫയുവഫീഹിം ഉജൂറഹും വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അവിടെയും അല്ലാഹു പറയുന്നത് വഅമ്മല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവർ അർഹിക്കുന്ന പ്രതിഫലം അല്ലാഹു പൂർണ്ണമായി നൽകുന്നതാണ്. അല്ലാഹു പൂർണ്ണമായി പ്രതിഫലം നൽകുന്നത് ആർക്കാണ്? വിശ്വസിക്കുന്ന ആളുകൾക്കാണ്. അതേപോലെ തന്നെ വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമലു സ്വാലിഹാത്തുകൾ, നന്മകൾ, സുഹൃതങ്ങൾ, സൽക്കർമ്മങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. ആ സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു നൽകുന്ന മഹത്തായ പ്രതിഫലങ്ങളെക്കുറിച്ച് അറിയുമ്പോഴാണ്, പഠിക്കുമ്പോഴാണ് കൂടുതൽ ആവേശത്തോടുകൂടെ താല്പര്യത്തോടുകൂടെ നന്മകൾ ചെയ്യാൻ, സുഹൃതങ്ങൾ ചെയ്യാൻ വിശ്വാസികളായ ആളുകൾക്ക് സാധിക്കുക. അതുകൊണ്ട് തന്നെ ഒരു നന്മ പഠിക്കുമ്പോൾ ആ നന്മ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് എന്നതുകൂടെ മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മൾ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വന്നിരിക്കുകയാണ്. ജുമാക്ക് വരിക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ്, അത് വാജിബാണ്. പ്രായപൂർത്തിയെത്തിയ സ്വബോധമുള്ള ഏതൊരു മനുഷ്യനും, യാത്രക്കാരനല്ല എങ്കിൽ അവൻ പള്ളിയിൽ വരണം. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പള്ളിയിൽ വരണം. എന്താണ് പള്ളിയിൽ വന്നാൽ നമുക്ക് എന്താണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്? ഇവിടെ നിന്ന് വിജ്ഞാനമാണ്, അറിവുകളാണ്, മതപരമായ അറിവുകളാണ് മിമ്പറുകളിൽ നിന്ന് ഓരോ വിശ്വാസിയും കേട്ടുകൊണ്ടിരിക്കുന്നത്. അറിവ് നേടുക എന്നുള്ളത്, വിജ്ഞാനം കരസ്ഥമാക്കുക എന്നുള്ളത്, വിജ്ഞാനത്തിൻ്റെ സദസ്സുകളിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു അമലു സ്വാലിഹാത്താണ്, ഒരു വലിയ പുണ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു, മൻ സലക തുരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തുരീഖൻ ഇലൽ ജന്ന. വളരെ പ്രത്യേകതയുള്ള ഹദീത്താണിത്. എന്താ ഹദീത്തിലെ പ്രയോഗം? മൻ സലക തുരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, ഒരു മനുഷ്യൻ അയാൾ അറിവ് തേടി ഒരു വഴിയിലൂടെ യാത്ര ചെയ്യാണ്, അറിവ് തേടി അയാൾ ഇറങ്ങുകയാണ്. അങ്ങനെയാണ് എങ്കിൽ അവൻ എവിടെയാണ്? അവൻ അല്ലാഹു ആ മാർഗം എളുപ്പമാക്കി കൊടുക്കുകയും അവന് സ്വർഗത്തിൻ്റെ വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. സഹലല്ലാഹു ലഹു തുരീഖൻ ഇലൽ ജന്ന. അറിവന്വേഷിക്കുന്ന മനുഷ്യന്, അറിവ് തേടണമെന്ന് ആഗ്രഹിക്കുന്നയാൾക്ക്, അറിവിന് വേണ്ടി പരിശ്രമിക്കുന്ന മനുഷ്യനെ അല്ലാഹു സ്വർഗത്തിൻ്റെ വഴി എളുപ്പമാക്കി കൊടുക്കും. അപ്പോൾ നോക്കൂ നിങ്ങൾ, അറിവ് നേടുന്നതിൻ്റെ മഹത്വം. അറിവ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന, ഒരു ക്ലാസ് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന നേട്ടം എന്താണ്? അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാണ്. മഹാപണ്ഡിതനായ സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തിയൊരു വാചകമുണ്ട്. വിജ്ഞാനത്തിൻ്റെ സദസ്സുകളിൽ ഹാജരാകുന്നതിനും, അഥവാ അറിവിൻ്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്നതിനും, അതേപോലെ തന്നെ അവിടേക്ക് എത്താൻ പരിശ്രമിക്കുന്നതിനും വിശ്വാസികൾ എന്ത് ചെയ്യാൻ പാടില്ല? അവർ മടി കാണിക്കാൻ പാടില്ല, അലസത കാണിക്കാൻ പാടില്ല. ഒരു വിജ്ഞാനത്തിൻ്റെ സദസ്സുണ്ട് എന്ന് കേട്ടാൽ ആ സദസ്സിനെ അവഗണിക്കാൻ പാടില്ല. അവരാ സദസ്സിൽ എത്താൻ വേണ്ടി എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. എന്തുകൊണ്ട് പരിശ്രമിക്കണം? എന്തുകൊണ്ട് മടി കാണിക്കാൻ പാടില്ല? അതിന് അദ്ദേഹം കാരണമായിക്കൊണ്ട് പറഞ്ഞത്, ആ വിജ്ഞാനത്തിൻ്റെ സദസ്സിൽ നിന്ന് നേടിയെടുക്കുന്ന എന്തെങ്കിലും ഒരു അറിവാകാം ഒരുപക്ഷേ അവന് സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരുന്നത്. മനസ്സിലായോ? ഒരു സദസ്സിൽ ഒരാൾ പങ്കെടുത്ത് ആ സദസ്സിൽ നിന്ന്
അയാൾ നേടിയെടുക്കുന്ന ഏതെങ്കിലും ഒരു അറിവാകാം അയാൾക്ക് സ്വർഗം നേടിയെടുക്കാൻ കാരണം. നബിയുടെ സദസ്സ് നടക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക തിരുമേനിയുടെ സദസ്സിൽ കുറേ ആളുകളുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, ഒരു കൂട്ടം ആളുകൾ സ്വർഗാവകാശികളാണ്, ഒരു കൂട്ടം ആളുകൾ സ്വർഗാവകാശികളാണ്. അപ്പം ആ സദസ്സിൽ നിന്നാണ് ഉക്കാശ എന്ന് പറയുന്ന സ്വഹാബി എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നത്, നബിയെ, ഞാൻ ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പം നബി പറഞ്ഞു, നിങ്ങൾ ആ കൂട്ടത്തിലാണ്, നിങ്ങൾ സ്വർഗാവകാശിയാണ്. നോക്കൂ, നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ സദസ്സിൽ വന്ന സമയത്ത് അയാളൊരു അറിവ് കേൾക്കുകയാണ്. ആ അറിവെന്താ? ഒരു കൂട്ടം ആളുകൾ സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, നബിയെ, എന്നെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. നബി പ്രാർത്ഥിച്ചു, അയാൾ സ്വർഗാവകാശിയാണ്. വിജ്ഞാനത്തിൻ്റെ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിലൂടെ വലിയ നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിൻ്റെയും മേൽ നിർബന്ധമായ ബാധ്യതയാണ് അറിവ് നേടുക എന്നുള്ളത്, വിജ്ഞാനം നേടുക എന്നുള്ളത്. ഇത് ഏത് വിജ്ഞാനാണ്? നമ്മൾ നേടേണ്ടത് ഏത് അറിവാണ്? സയൻസും ബയോളജിയും കെമിസ്ട്രിയുമാണോ? അതൊക്കെ പഠിക്കണം. അതൊക്കെ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് പഠിക്കുന്നതിന് മതം തടസ്സമല്ല. പക്ഷെ ഈ പറയുന്ന അറിവേത? ഇത് മതപരമായ അറിവാണ്, മതപരമായ വിജ്ഞാനമാണ്. നമസ്കാരത്തെക്കുറിച്ച്, നോമ്പിനെക്കുറിച്ച്, സക്കാത്തിനെക്കുറിച്ച്, ഇസ്ലാമിലെ ആദാബുകളെ സംബന്ധിച്ച്, അഹ്കാമുകളെ സംബന്ധിച്ച് പഠിക്കലാണ്. അതുകൊണ്ട് തന്നെ മതപരമായ അറിവ് നേടാൻ ഒരാൾ ആഗ്രഹിക്കുമ്പോൾ, അതിനുവേണ്ടി ഒരാൾ പരിശ്രമിക്കുമ്പോൾ അയാൾ സ്വർഗത്തിൻ്റെ വഴിയിലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുന്നുണ്ട്, മാ അഫ്ളലു മാ യസ്നഉൽ അബ്ദ്. വല്ലാത്തൊരു ചോദ്യമാണ്. എന്താണ് ചോദ്യം? ഒരു അടിമ ചെയ്യുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? ഒരു അടിമ അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്താണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ത്വലബുൽ ഇൽം, അറിവന്വേഷിക്കലാണ്, അറിവ് തേടലാണ്, വിജ്ഞാനം അന്വേഷിക്കലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിത്ലു അജ്രി ഫാഇലിഹി. സ്വഹീഹായ ഹദീസാണിത്. എന്താ പ്രവാചകന്റെ അധ്യാപനം? ആരെങ്കിലും ഒരാൾക്കൊരു നന്മ കാണിച്ചു കൊടുത്താൽ അത് പ്രവർത്തിച്ചവന് ലഭിക്കുന്ന പ്രതിഫലത്തിന് സമാനമായ പ്രതിഫലം നന്മ അറിയിച്ചു കൊടുത്തവന് ലഭിക്കുമെന്നാണ്. ഇത് വിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. നമ്മളൊരു കാര്യം പഠിച്ചു, ആ കാര്യം നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അയാൾ ആ നന്മ ചെയ്താൽ അയാളുടെ കൂലി അയാൾക്കൊന്നും കുറയാതെ നമുക്കും ലഭിക്കും. നമ്മൾ കാരണം ഒരാൾ നമസ്കാരം തുടങ്ങി, നമ്മൾ കാരണം ഒരാൾ പള്ളിയിൽ വരാൻ തുടങ്ങി, നമ്മൾ കാരണം ഒരാൾ ദഅവത്ത് നടത്തി, എന്താകട്ടെ, എന്ത് നന്മയാകട്ടെ, സ്വതക്ക നൽകി, അതിൻ്റെ കൂലി അയാൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ അതേ പ്രതിഫലം നമുക്കും ലഭിക്കും. കാരണം എന്താ? നമ്മൾ ആ നന്മയ്ക്ക് പ്രേരിപ്പിച്ചയാളാണ്. എപ്പോഴും നമുക്ക് പ്രേരിപ്പിക്കാൻ സാധിക്കുക? നന്മയെക്കുറിച്ച് അറിവുണ്ടാകുമ്പോഴാണ്, സൽക്കർമ്മങ്ങളെക്കുറിച്ച് അറിവുണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ നന്മകളെക്കുറിച്ച് പഠിക്കാൻ, വിജ്ഞാനത്തിൻ്റെ സദസ്സുകളിൽ പങ്കെടുക്കാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും താല്പര്യം കാണിക്കണം. മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, മൻ അഹബ്ബഹു അല്ലാ യൻഖതി അമലുഹു ബഅദ മൗതിഹി ഫൽയൻശുരിൽ ഇൽമ. ഇത് നമ്മളൊക്കെ കേൾക്കേണ്ട ഒരു വാചകമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഖൗലാണ്. എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറഞ്ഞത്, മരണശേഷം തൻ്റെ അമലുകൾ നിലയ്ക്കരുതെന്ന് ആഗ്രഹിക്കുന്നവർ അറിവ് പ്രചരിപ്പിച്ചു കൊള്ളട്ടെ. നമ്മളൊക്കെ മരിക്കും, ഒരു സംശയമല്ല. മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിന് ഒരു ദിവസം നമ്മളൊക്കെ പിടികൊടുക്കണം, ഒരു സംശയമല്ല. എന്നാൽ സഹോദരങ്ങളെ, മരിച്ച് നമ്മളെ കബറിൽ കൊണ്ടുപോയി വെച്ചാൽ ആ കബറിലേക്ക് അജ്റുകൾ, നന്മകൾ ഒഴുകിയെത്തുന്ന കാര്യമാണെന്ത്? നമ്മൾ പ്രചരിപ്പിച്ച അറിവുകൾ, നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത വിജ്ഞാനം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അറിവ് നേടാനും ആ അറിവ് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി, മറ്റുള്ള ആളുകൾക്ക് എത്തിക്കാനും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരിശ്രമിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅല്ലിമുൽ ഖൈരി യസ്തഗ്ഫിറു ലഹു കുല്ലു ഷൈഇൻ ഹത്തൽ ഹീതാനു ഫിൽ ബിഹാർ. എന്താ പ്രവാചകന്റെ അധ്യാപനം? നന്മ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി എല്ലാ വസ്തുക്കളും പാപമോചനം തേടും. ഏതുവരെ? കടലിലെ മത്സ്യങ്ങൾ വരെ എന്നാണ് പ്രവാചകന്റെ വചനം. ഹത്തൽ ഹീതാനു ഫിൽ ബിഹാർ, കടലിലെ മത്സ്യങ്ങൾ വരെ നന്മ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി, നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ദീന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നന്മകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തോടും. ഇത് പ്രസംഗിക്കുന്ന ആളുകൾക്ക് മാത്രം കിട്ടുന്ന കാര്യമല്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളോട് നന്മ പറയാം. മക്കളോട് വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കണമെന്ന് പഠിപ്പിച്ചു, വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഉറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന നിർവഹിക്കണമെന്ന് പറഞ്ഞു. അത് നന്മയാണ്, നന്മ കൽപ്പിക്കലാണ്. ആ നന്മ കൽപ്പിക്കുന്ന മനുഷ്യന് വേണ്ടി കടലിലെ മത്സ്യങ്ങൾ വരെ ഇസ്തിഗ്ഫാർ തേടുന്നു.
പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കടലിൽ എത്ര മത്സ്യമുണ്ട്? ആ മത്സ്യങ്ങളുടെ വരെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞത് ആരാ? നമ്മുടെ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞാൻ ഒരു സംസാരത്തിന് വേണ്ടി ഉണ്ടാക്കിയ വാചകമല്ല, സ്വഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായും നേടേണ്ട ഒരു കാര്യമാണ് അറിവ് എന്നുള്ളത്. ആ അറിവിൻ്റെ സദസ്സിൽ പങ്കെടുക്കുന്നതിലൂടെ, ആ വിജ്ഞാനം കരസ്ഥമാക്കുന്നതിലൂടെ വലിയ നേട്ടങ്ങൾ വിശ്വാസികളായ നമുക്ക് ലഭിക്കുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കേവലം ഒരു ജുമാ ഖുത്ബയിൽ മാത്രം പങ്കെടുക്കുന്നവരായി നമ്മൾ മാറരുത്. വെള്ളിയാഴ്ച പള്ളിയിൽ വരണം, അത് നിർബന്ധമാണ്. എന്നാൽ അതിനപ്പുറം അറിവ് നേടാനുള്ള ധാരാളം സദസ്സുകൾ നമ്മുടെയൊക്കെ മുൻപിലുണ്ട്. നമ്മൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. ഏതൊക്കെ വിജ്ഞാനത്തിൻ്റെ സദസ്സിൽ നമ്മളുണ്ട്, എവിടുന്നൊക്കെ നമ്മൾ അറിവ് നേടുന്നുണ്ട്, എന്തെല്ലാം അവസരങ്ങളുണ്ട് അറിവ് നേടാൻ വേണ്ടി, വിജ്ഞാനം നേടാൻ വേണ്ടി എന്തെല്ലാം സാധ്യതകളുണ്ട്. ആ സാധ്യതകളിലൂടെ നമ്മുടെ ഒഴിവ് സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, പഠിക്കാനും അറിവ് നേടാനുമുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുക. അതിലൂടെ വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിന് നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ നോക്കൂ നിങ്ങൾ, അറിവ് നേടുന്നതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലായി. ആ നേടിയ അറിവുകൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ആയത്തുൽ കുർസി അറിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 255 ആയത്ത്. ഈ ആയത്തറിയാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. എന്താണ് ഈ ആയത്തിൻ്റെ മഹത്വം? എന്താണ് ഈ ആയത്തിൻ്റെ പ്രാധാന്യം? എന്താണ്? നമ്മൾ കാണാതെ പഠിച്ച, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഈ ആയത്തിൻ്റെ മഹത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആയത്തുൽ കുർസി എന്നാണ് ആയത്തിൻ്റെ പേര് തന്നെ. എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? ഈ പേര് വരാനുള്ള കാരണം പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹുവിൻ്റെ കുർസിയിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ സിംഹാസനത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആയത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തിൽ അത് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ആയത്തുൽ കുർസി എന്ന പേര് വന്നത്. ഈ ആയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മഹാനായ അബുൽ മുൻദിർ റളിയല്ലാഹു അൻഹുവിനോട് നബിയുടെ ചോദ്യം, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുക, അതദിരി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅലം. അബൂ മുൻദിർ, നിന്റെ അടുക്കലുള്ള ഖുർആനിൽ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണ് എന്ന് നിനക്കറിയുമോ? ആരോടുള്ള ചോദ്യം? അബുൽ മുൻദിർ എന്ന് പറയുന്ന സ്വഹാബിയോട് നബിയുടെ ചോദ്യം. അപ്പം അയാൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുവിനും അതിൻ്റെ റസൂലിനുമാണ് അറിയുക. അപ്പം നബി വീണ്ടും ചോദിച്ചു. ആ സമയത്ത് അയാൾ പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസി അദ്ദേഹം ഓതി കൊടുത്തു. നബിൻ്റെ ചോദ്യം എന്താ? ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ്, അത് നിനക്കറിയോന്നാ. അപ്പം അയാൾ ഓതി കൊടുക്കണം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയാ, ഖാല ഫദറബ ഫീ സദ്രി, നബി എൻ്റെ നെഞ്ചത്തടിച്ചു, നെഞ്ചത്ത് മെല്ലടിച്ചു. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ലയഹ്നിയകൽ ഇൽമു അബൽ മുൻദിർ, നിങ്ങൾ ആ വിഷയത്തിൽ അറിവ് നേടിയ ആളാ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ, ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാ? അത് ആയത്തുൽ കുർസിയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മൾ പഠിച്ച, നമ്മൾ മനഃപ്പാഠമാക്കിയ ആയത്തിൻ്റെ മഹത്വം എന്താ? അത് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ്. ഇനി നോക്കൂ നിങ്ങൾ, ആ ആയത്ത് എവിടെ ഓതണം, ആ ആയത്ത് എവിടെ പാരായണം ചെയ്യണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബ്റ കുല്ലി സ്വലാത്തിൻ മക്തൂബ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അൻ യമൂത്. എന്താ ഹദീസിലെ പ്രയോഗം? ഹദീസിലെ പ്രയോഗം, സ്വർഗം കിട്ടണമെങ്കിൽ ആയത്തുൽ കുർസി, ഒരു മനുഷ്യൻ അയാൾ ആയത്തുൽ കുർസി എല്ലാ നിർബന്ധ നമസ്കാരത്തിൻ്റെ ശേഷം അയാൾ ഓതി. എല്ലാ നിർബന്ധ നിസ്കാരത്തിൻ്റെ ശേഷം ആയത്തുൽ കുർസി ഓതി. സുബഹിയുടെ ശേഷം, ദുഹറിൻ്റെ ശേഷം, അസറിൻ്റെ ശേഷം, മഗ്രിബിൻ്റെ ശേഷം, ഇശാഇൻ്റെ ശേഷം. അല്ലേ? ആയത്തുൽ കുർസി ഓതാൻ എത്ര നേരം വേണം? വളരെ കുറച്ച് സമയം മതി. എല്ലാ നിർബന്ധ നമസ്കാരത്തിൻ്റെ ശേഷവും ആയത്തുൽ കുർസി ഒരു മനുഷ്യൻ ഓതിയാൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന, സ്വർഗം അവനെ തടയുന്ന കാര്യം എന്താ അറിയോ? ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താ? മൗത്താണ്, മരണമാണ്. മരിച്ചാൽ അവൻ സ്വർഗത്തിലാണെന്നാണ്. സുബ്ഹാനല്ലാഹ്, അയാൾ മരിച്ചാൽ അയാൾ സ്വർഗത്തിലാണ്. നോക്കൂ നിങ്ങൾ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആയത്ത്, നമ്മളെല്ലാവരും പഠിച്ച ആയത്ത്, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്. ഈ ആയത്ത് നമ്മുടെ ജീവിതത്തിലെ, നമ്മളെല്ലാവരും നിസ്കരിക്കുന്ന ആൾക്കാരാണ്, നമസ്കാരം ഒഴിവാക്കുന്ന ആൾക്കാരല്ല. ആ നമസ്കാരത്തിൻ്റെ ശേഷം ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഓതി തീർക്കാൻ കഴിയുന്ന ഒരായത്ത്. ആ ആയത്ത് നമ്മൾ പാരായണം ചെയ്താൽ എന്താ പ്രതിഫലം? എന്താ? സ്വർഗാണെന്നാണ്. നോക്കൂ നിങ്ങൾ, ആ ഒരു ചെറിയ അമലിൻ്റെ മഹത്വം നോക്കൂ നിങ്ങൾ, ആ ഒരു ചെറിയ അമലിൻ്റെ പ്രാധാന്യം നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ അമൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അമലുകൾ ചെയ്യുന്ന ആളുകൾക്കാണ് സ്വർഗമെന്ന് അള്ളാഹു ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കണം. അതുകൊണ്ട് അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം.
അതുകൊണ്ട് ഈ ഖുത്ബ കേട്ട എൻ്റെ സഹോദരങ്ങളോട് സഹോദരികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഏത് നമസ്കാരം കഴിഞ്ഞാലും, നിർബന്ധമായ ഏത് നമസ്കാരം കഴിഞ്ഞാലും നമ്മുടെ അജണ്ടയിൽ ഉണ്ടാകേണ്ട കാര്യമാണ് ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. വേറെയും പ്രാർത്ഥനകളുണ്ട്. അല്ലാഹു അക്ബർ പറയണം, സുബ്ഹാനല്ലാഹ് പറയണം, അൽഹംദുലില്ലാഹ് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്റുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, അതൊക്കെ നിർവഹിക്കണം. പക്ഷെ ആയത്തുൽ കുർസി മറക്കാൻ പാടില്ല. ആയത്തുൽ കുർസി ചൊല്ലിയാൽ എന്താ? അവന് സ്വർഗമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ നമ്മളൊരു ഇൽമു പഠിച്ചു. എന്താ ഇൽമ്? ആയത്തുൽ കുർസിയുടെ മഹത്വം മനസ്സിലാക്കി, അത് ചൊല്ലേണ്ട ഒരു സമയം മനസ്സിലാക്കി, അത് ചൊല്ലിയാലുള്ള നേട്ടം പഠിച്ചു. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ പാടില്ല. അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അല്ലേ? സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയാത്ത ആൾക്കാരാണെങ്കിൽ അത് പഠിക്കണം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകളുടെ നേതാവ് എന്നാണ്. സയ്യിദ് എന്ന് പറഞ്ഞാൽ നേതാവ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇസ്തിഗ്ഫാറുകളുടെ പാപമോചന തേട്ടങ്ങളുടെ നേതാവ് എന്നാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം. ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഏതാ? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅത് അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇതാണ് പ്രാർത്ഥന. ഒരു 4 വരിയുള്ള പ്രാർത്ഥനയാണ്. അറിയാത്ത ആൾക്കാരെന്തിനാ ചൊല്ലി പഠിക്കണം. ഇതറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചൊല്ലി പഠിക്കണം. നമ്മുടെ പള്ളിയിൽ വരുന്ന ആളുകൾക്ക് ഇത് അറിയില്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയുടെ ഗ്രൂപ്പിൽ ഞാൻ ആ പ്രാർത്ഥന പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ പ്രാർത്ഥന പഠിക്കണം, അതിൻ്റെ അർത്ഥം പഠിക്കണം. എന്താ പ്രാർത്ഥനയുടെ പേരെന്താ? സയ്യിദുൽ ഇസ്തിഗ്ഫാർ. എന്താണ് ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ മഹത്വം? എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വമൻ ഖാലഹാ മിനൻ നഹാരി മൂഖിനൻ ബിഹാ, വമൻ ഖാലഹാ മിനൻ നഹാരി മൂഖിനൻ ബിഹാ ഫമാത മിൻ യൗമിഹി ഖബല അൻ യുംസിയ. ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ രാവിലെ സമയത്ത് ഒരാൾ ഈ പ്രാർത്ഥന ചൊല്ലി, മൂഖിനൻ, ദൃഢവിശ്വാസത്തോടു കൂടെ, എന്താന്ന് ഞാൻ പറയാം. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ രാവിലെ ഈ പ്രാർത്ഥന സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലി, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയ ആ മനുഷ്യൻ ഫമാത, അയാൾ മരിച്ചു, മിൻ യൗമിഹി ഖബല അൻ യുംസിയ, അയാൾ ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയ ദിവസം വൈകുന്നേരമാകുന്നതിൻ്റെ മുമ്പ് അയാൾ മരണപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയാണ്. സുബ്ഹാനല്ലാഹ്, അവൻ സ്വർഗാവകാശിയാണ്. തീർന്നില്ല, നബി പറഞ്ഞു വമൻ ഖാലഹാ മിനൽ ലൈലി വഹുവ മൂഖിനുൻ ബിഹാ, ഒരാൾ വൈകുന്നേരം ഈ പ്രാർത്ഥന ചൊല്ലി, ലൈലിൽ, രാത്രിയിൽ ഈ പ്രാർത്ഥന ചൊല്ലി വൈകുന്നേര സമയത്ത്, എന്നിട്ടോ ഫമാത ഖബല അൻ യുസ്ബിഹ, നേരം പുലരുന്നതിൻ്റെ മുൻപ് അവൻ മരിച്ചു. അങ്ങനെയാണെങ്കിലോ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയാണ്. സഹോദരങ്ങളെ, ഒരു മനുഷ്യന് 2 സമയങ്ങളിൽ മരിക്കാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ രാത്രി അല്ലെങ്കിൽ പകൽ, ഒന്നെങ്കിൽ രാത്രി അല്ലെങ്കിൽ പകൽ. ഇതല്ലാത്തൊരു സമയമുണ്ടോ? ഇതല്ലാത്തൊരു സമയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒന്നുകിൽ അവൻ രാവിലാണ് മരിക്കുക, അല്ലെങ്കിൽ അവൻ പകലിലാണ് മരിക്കുക. ഈ രാവിൽ മരിച്ചാലും പകലിൽ മരിച്ചാലും അവന് സ്വർഗമുണ്ട്, അവൻ സ്വർഗാവകാശിയാണ്. ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗത്തിൻ്റെ ആളാണെന്നാ. എന്താ വേണ്ടത്? അവന് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലണം. എന്താ സയ്യിദുൽ ഇസ്തിഗ്ഫാർ? എന്താ? 4 വരിയുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു എന്ന് തുടങ്ങുന്ന വളരെ ലളിതമായ വാക്കുകളുള്ള ഒരു ദുആ. ആ ദുആ ചൊല്ലിയാൽ അവന് സ്വർഗം. നമ്മളിൽ ആരൊക്കെ പഠിച്ചു? നമ്മളിൽ ആരൊക്കെ ഇത് ചൊല്ലാറുണ്ട്? എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ചൊല്ലണം. ഞാനതാ പറഞ്ഞത്, അമൽ സ്വാലിഹാത്തുകൾ നമ്മൾ പഠിക്കണം, അവ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ നമുക്ക് കൂട്ടിനുണ്ടാവുക അമൽ സ്വാലിഹാത്താണ്, നന്മകളാണ്. കബറിൽ നാം പോയി കിടക്കും. ആ കബറിൽ കിടക്കുന്ന സമയത്ത് അവിടുന്ന് വിചാരണ ഉണ്ട്, അല്ലെ? ദുനിയാവിൽ നമ്മൾ നേടിയതൊന്നും നമ്മൾ കൊണ്ടുപോകൂല. ദുനിയാവിൽ നമുക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇവിടെ ഉപേക്ഷിച്ചാണ് നമ്മൾ കബറിലേക്ക് യാത്ര പോകുന്നത്. എത്രയെത്ര ആളുകൾ മരണപ്പെട്ടു പോയി, എത്രയെത്ര സമ്പന്നരായ ആളുകൾ അവർ മരണപ്പെട്ട് നമ്മൾ കണ്ടു. അവരിൽ പലരുടെയും മയ്യത്ത് കുളിപ്പിച്ചവരുണ്ട്, അവരുടെ ജനാസയുടെ പിറകെ നടന്ന മനുഷ്യന്മാരുണ്ട്. ആ ജനാസ കബറിൽ കൊണ്ടുപോയി വെച്ചവരുണ്ട്, അവർക്ക് വേണ്ടി നമസ്കരിച്ചവരുണ്ട്. അവരെന്താ കൊണ്ടുപോയത്? ദുനിയാവിൽ അവരുണ്ടാക്കിയ വീടോ, അവരുടെ കുടുംബമോ, അവരുടെ വാഹനമോ, അവരുടെ ബാങ്ക് ബാലൻസുകളോ അവരുടെ കൂടെ പോയിട്ടില്ല. അവരുടെ കൂടെ ബാക്കിയാകുന്ന എന്താ? അമലു സ്വാലിഹാത്താണ്, സൽക്കർമ്മങ്ങളാണ്. നോക്കൂ നിങ്ങൾ, നൈമിഷികമായ സമയം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്ന നന്മകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദരമായ വചനങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയാത്ത ആൾക്കാർ പഠിക്കണം. നമ്മുടെ പള്ളിയിൽ വരുന്ന ഒരാൾ പോലും സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയാത്തവരായിട്ട് ഉണ്ടാകാൻ പാടില്ല.
അത് ജീവിതത്തിൽ കൊണ്ടുവരണം. എല്ലാ രാവിലെയും വൈകുന്നേരവും പ്രാവർത്തികമാക്കുന്ന ആളുകളാകണം. എങ്കിലവർ, നമ്മളൊക്കെ മരിക്കുക രാത്രിയോ അല്ലെങ്കിൽ പകലിലോ ആണ്. നമ്മൾ മരിച്ചാൽ നമ്മളെ കാത്തിരിക്കുന്നത് സ്വർഗമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗമാണ്. അതുകൊണ്ട് തന്നെ നന്മകളെക്കുറിച്ച് പഠിക്കുക. ആ പഠിക്കുന്ന നന്മകൾ, കേൾക്കുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഠിനമായി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 2024 വിട പറഞ്ഞ് 2025 സ്വീകരിക്കാൻ ലോകത്തുള്ള മനുഷ്യർ കാത്തിരിക്കുന്ന സമയമാണിത്. ഒരു പുതിയ വർഷം എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ പരിശുദ്ധ ഇസ്ലാമിൽ ഒരു പുതുവർഷത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. വർത്തമാന കാലഘട്ടത്തിലെ പ്രത്യേകിച്ച് യുവാക്കളായ ആളുകൾ അവർ പുതുവർഷത്തെ സ്വീകരിക്കുന്ന കാഴ്ചകൾ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല രീതിയിലല്ല എന്ന് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം. ന്യൂ ഇയർ പലർക്കും ആഘോഷമാണ്, പുതുവർഷം പലർക്കും ആഘോഷമാണ്. പുലരും വരെ സംഗീതം ആസ്വദിക്കുന്ന, ആറാടുന്ന, നൃത്തം ചെയ്യുന്ന, മദ്യപിക്കുന്ന, വൃത്തികേടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളെ നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ കാണും. ഈ ഖുത്ബയിൽ ഈ വിഷയം പറയാൻ കാരണം, ഇനിയൊരു വെള്ളിയാഴ്ച ഈ 2024 നമ്മുടെ മുൻപിലില്ല. ഒരുപക്ഷെ നമ്മുടെയൊക്കെ നാടുകളിൽ, നമ്മുടെയൊക്കെ നാട്ടിൽ ചില പ്രദേശങ്ങളിൽ പുതുവർഷവുമായി ബന്ധപ്പെട്ട പല പ്രോഗ്രാമുകളും ഉണ്ടാകും. അവിടെ വിശ്വാസികൾ ആലോചിക്കണം, ഇതെനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നതാണോ? ഇത്തരം പ്രോഗ്രാം ഇസ്ലാം അംഗീകരിക്കുന്നതാണോ എന്ന് നമ്മൾ ആലോചിക്കണം. ഒന്ന്, ഒരു മുസ്ലിമിന് സംഗീതം, വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംഗീതം ആസ്വദിക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമമാണ്. മ്യൂസിക് ബാൻഡ് അതേപോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പാട്ട് കേൾക്കുന്നത് ഹറാമാണ്. എൻ്റെ വാചകമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാ? തൗഹീദ് പഠിപ്പിക്കാനാണ്, അല്ലേ? നന്മ പഠിപ്പിക്കാനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്ന ഹദീത്തുണ്ട്. ആ ഹദീത്തിലെ ഒരു വാചകം എന്താ അറിയോ? ആ ഹദീത്തിലെ ഒരു വാചകം, മ്യൂസിക്, വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംഗീതം നിഷിദ്ധമാക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുനിയാവിലേക്ക് വന്നതെന്നാണ്. അപ്പം അത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്. അപ്പം നമ്മുടെ കാതടപ്പിക്കുന്ന അയൽവാസികളായ മനുഷ്യന്മാർക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ വലിയ ശബ്ദത്തിൽ പാട്ടുപാടി, വൃത്തികേടുകൾ പാടി ആഘോഷിക്കുന്ന പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളതിൽ ഭാഗവാക്കാൻ പാടില്ല. നമ്മൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അത് വിശ്വാസികളുടെ നിലപാടാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ വരുന്ന, നമസ്കരിക്കുന്ന, റബ്ബിനെ പേടിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വർഷം അവസാനിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ നമ്മുടെ മരണത്തിലേക്ക് അടുക്കുകയാണ്. കലണ്ടറിലെ ഓരോ തീയതികൾ മാറുമ്പോൾ, കലണ്ടറിലെ ഓരോ മാസങ്ങൾ നമ്മൾ മറിച്ചിടുമ്പോൾ നമ്മൾ അറിയേണ്ടത് എന്താ? നമ്മൾ നമ്മുടെ മരണത്തിലേക്ക് അടുക്കുന്നതാണ്. നോക്കൂ, നിങ്ങൾ 2024 സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച എത്രയോ മനുഷ്യന്മാരുണ്ട്, എത്രയോ ആളുകളുണ്ട്. നമ്മുടെ തൊട്ട് സമീപത്തുള്ള പള്ളിക്കാട്ടിൽ 2024 ആദ്യത്തെ ജനുവരി 1 മുതൽ ഇതാ ഡിസംബർ മാസത്തിലെ 30 വരെയുള്ള ദിവസത്തിനിടയിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ പേരെന്നെടുത്തു നോക്കൂ നിങ്ങൾ. അവരാരെങ്കിലും വിചാരിച്ചിരുന്നോ? അവരാരെങ്കിലും ചിന്തിച്ചിരുന്നോ 2024 എൻ്റെ മരണത്തിൻ്റെ വർഷമാണ് എന്ന്? ഞാൻ കഴിഞ്ഞ 2 ആഴ്ചകളിൽ സൗദി അറേബ്യയിലായിരുന്നു. എൻ്റെ ഒരു ജോലിയുടെ, എൻ്റെ ഒരു വ്യക്തിപരമായ ആവശ്യത്തിന് അവിടെ സന്ദർശനം നടത്തിയതാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ, എൻ്റെ അയൽവാസിയുടെ മരണം സംഭവിച്ചിരുന്നു. ആ ഖബറിൻ്റെ സമീപത്ത് മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി ജുബൈലിലെ ഖബർസ്ഥാനിൽ ഞാൻ പോയിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. ആ ഖബറിൻ്റെ സമീപത്ത് പോകുമ്പോൾ അവിടെ പല സമയങ്ങളിൽ
മയ്യത്ത് മരണാനന്തര കർമ്മങ്ങൾക്ക് പങ്കെടുത്ത ഒരാളാണ്. എത്രയോ പുതിയ പുതിയ ഖബറുകൾ, എത്രയോ ഖബറുകൾ അവിടെ അങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഓരോ ദിവസവും മനുഷ്യർ മരണപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വർഷം അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് മരണത്തോട് നമ്മൾ അടുക്കുകയാണെന്നാണ്. നമ്മുടെ മരണത്തിൻ്റെ സമീപത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മരണത്തോട് അടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നന്മകൾ ചെയ്യാൻ, നന്മകൾ വർദ്ധിപ്പിക്കാനാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. ദുനിയാവ് നശ്വരമാണ് എന്ന പാഠമാണ് പുതുവർഷങ്ങൾ നമുക്ക് സമ്മാനിക്കേണ്ടത്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അതിവേഗത്തിൽ കൊഴിഞ്ഞു പോകുകയാണ് അല്ലേ? എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ കഴിയുന്നത്, എത്ര പെട്ടെന്നാണ് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ പിന്നിടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ വർഷം കടന്നു വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വാചകം എന്താ? ദുനിയാവെന്ന് പറഞ്ഞാൽ നശ്വരമാണ്. പ്രവാചകൻ പറഞ്ഞില്ലേ, മാലി വലി ദുന്യ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്തു ബന്ധം? ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ ജീവിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. നമ്മളൊരു മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക. യാത്ര ചെയ്യുന്ന മനുഷ്യൻ, ചൂടുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഒരു മരം കണ്ടു, ആ മരത്തിൻ്റെ തണലിൽ അവൻ എന്ത് ചെയ്യും? വിശ്രമിക്കാനിരിക്കും. ആ വിശ്രമിക്കാനിരിക്കുന്നയാൾ അവിടെ തന്നെ ഇരിക്കും? ഇല്ല, അവനൊരു ലക്ഷ്യമുണ്ട്, അവൻ യാത്രക്കാരനാണ്. അവൻ്റെ ലക്ഷ്യം എന്താ? ഏതോ ഒരു സ്ഥലത്തേക്ക് അവൻ പോവുകയാണ്. ഒന്ന് വിശ്രമിക്കാനിരുന്ന ആ തണൽ മരത്തിൻ്റെ ചുവടുണ്ടല്ലോ, അതേപോലെയാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ. നമ്മൾ വിശ്രമിക്കുന്ന ഒരിടം മാത്രമാണ് ദുനിയാവ്. ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകേണ്ട ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വർഷം സമാഗതമാകുമ്പോൾ ആഘോഷിക്കുന്ന, ആഭാസങ്ങൾ ചെയ്യുന്ന ആളുകളാകാതെ വിവേകത്തോടുകൂടെ പെരുമാറുന്ന ആളുകളായി മാറാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ആലോചിക്കുക. ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞാൻ എന്തു പഠിച്ചു? എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നന്മകൾ ഉണ്ടായി? ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാമായിരുന്നു, പക്ഷേ ഞാനത് ചെയ്തില്ല. അതിൽ ഖേദമുണ്ടാകണം. അടുത്ത വർഷം വരാൻ പോകുന്ന സമയം ആ നഷ്ടപ്പെട്ട അമലുകളൊക്കെ ചെയ്യാൻ ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്ന ഉറച്ച തീരുമാനമാകണം വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകൾ, ഈമാനികമായ വളർച്ചയുണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം രോഗികളുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഏകദേശം ഒരു 10-30 വർഷങ്ങളായി കേരളത്തിൻ്റെ പ്രബോധന മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന, നമ്മളൊക്കെ നിരന്തരം പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം ഹഫിളഹുല്ലാ, അദ്ദേഹം ഒരു രോഗത്തിൻ്റെ പിടിയിലാണ്. അദ്ദേഹം കഴിഞ്ഞ 2 ദിവസങ്ങൾ ICUവിലായിരുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അദ്ദേഹത്തെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു പ്രയാസത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. രോഗം വന്ന് ആ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ അദ്ദേഹം ഉണ്ടാകണം. ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ സമാധാനമുണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എത്രയോ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവർക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ആ നാവിനിയും നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. ആ നാവ് കൊണ്ട് ഇനിയും വാക്കുകൾ കേൾക്കാൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ വരുന്ന വാചകങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാറുണ്ട്. അതിനിയും ഇവിടെ ഉണ്ടാവണം. അതിനുവേണ്ടി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ ബഹുമാന്യനായ ഗുരുനാഥന്, പണ്ഡിതന് ആഫിയത്ത് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ രോഗം അള്ളാഹു ഷിഫയാക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ പല ആളുകളും അവരുടെ മാതാക്കൾ മരണപ്പെട്ടിട്ടുണ്ട്, ബന്ധുക്കൾ മരണപ്പെട്ടിട്ടുണ്ട്, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹോദരികൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ, അള്ളാഹു എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷകരമാക്കുമാറാകട്ടെ. വിശ്വാസികളായ അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.